അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ചന്ദ്രനിൽ അവസാനമായി ഇറങ്ങിയ ആൾ. ചന്ദ്രനിൽ അവസാനമായി ഇറങ്ങിയ ആൾ. ഉത്തരം യൂജിൻ സെർനാൻ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ പദ്ധതിയുടെ പേര്. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ പദ്ധതിയുടെ പേര്. ഉത്തരം ചന്ദ്രയാൻ. മൂന്നാമത്തെ ചോദ്യം, ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ പേടകം. ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ പേടകം. ഉത്തരം ലൂണ 1. നാലാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ പദ്ധതിയുടെ പേര്. ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ പദ്ധതിയുടെ പേര്. ഉത്തരം മംഗൾയാൻ. അഞ്ചാമത്തെ ചോദ്യം, ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ. ഉത്തരം യൂറി ഗഗാറിൻ. രാജ്യം റഷ്യ. ആറാമത്തെ ചോദ്യം, ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ജീവി. ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ജീവി. ഉത്തരം ലൈക്ക എന്ന നായ. ഏഴാമത്തെ ചോദ്യം, ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വനിത. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വനിത. ഉത്തരം വാൻഡലിന തെരസ്കോവ. രാജ്യം റഷ്യ. എട്ടാമത്തെ ചോദ്യം, ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യക്കാരൻ. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യക്കാരൻ. ഉത്തരം രാകേഷ് ശർമ്മ. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ പര്യവേഷണ ഏജൻസിയുടെ പേര്. ഇന്ത്യൻ ബഹിരാകാശ പര്യവേഷണ ഏജൻസിയുടെ പേര്. ഉത്തരം ISRO, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ഓർഗനൈസേഷൻ. പത്താമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം. ഉത്തരം സ്പുട്നിക് 1. രാജ്യം റഷ്യ. 11ാമത്തെ ചോദ്യം, റഷ്യൻ ബഹിരാകാശ പര്യവേഷണ ഏജൻസിയുടെ പേര്. റഷ്യൻ ബഹിരാകാശ പര്യവേഷണ ഏജൻസിയുടെ പേര്. ഉത്തരം റോസ്കോസ്മോസ്. 12ാമത്തെ ചോദ്യം, അമേരിക്കൻ ബഹിരാകാശ പര്യവേഷണ ഏജൻസിയുടെ പേര്. അമേരിക്കൻ ബഹിരാകാശ പര്യവേഷണ ഏജൻസിയുടെ പേര്. ഉത്തരം നാസ. 13ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം. ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം. ഉത്തരം ആര്യഭട്ട. 14ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം. ഉത്തരം എജുസാറ്റ്. 15ാമത്തെ ചോദ്യം, അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേര്. അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേര്. ഉത്തരം ആസ്ട്രോണറ്റ്സ്. അമേരിക്ക മാത്രമല്ല, ഇന്ത്യ അങ്ങനെ മറ്റ് രാജ്യങ്ങളൊക്കെ സഞ്ചാരികളെ ആസ്ട്രോണറ്റ്സ് തന്നെയാണ് വിളിക്കാറ്. പക്ഷേ ചില രാജ്യങ്ങൾ മറ്റു പേരും യൂസ് ചെയ്യാറുണ്ട്. അതിന് ഉദാഹരണമാണ് റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ സ്പേസ് ഏജൻസികൾ.